ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നുള്ള തീരുമാനത്തെ ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഗുണവശങ്ങൾ ദോഷവശങ്ങൾ എന്ന് അന്വേഷിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു, പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതേ സന്ദർഭത്തിൽ ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് പിന്നെ 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തുന്ന സംഘടിതമായൊരു അക്രമമുണ്ട്. ആ അക്രമം കേരളത്തിലെ കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിക്കാൻ കഠിനമായി തപസ് ചെയ്ത, അഹോരാത്രം പണി ചെയ്ത ഒരു നേതാവിനെ സിംഗിൾ ഔട്ട് ചെയ്ത് ആക്രമിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന, സ്വഭാവഗതി ചെയ്യുന്ന ഒരു ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ ആര് നടത്തി, ആരതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് കണ്ടെത്തണം. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്ന ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി അതിനെ കൂടി കാണണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ മുഖ്യമന്ത്രി ആകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമണം നടത്തിയെന്നാണ് കെ.സി. വേണുഗോപാലിന്റെ പദവി അദ്ദേഹത്തിന് പദവിയിലേക്ക് വരുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഇത്തരം നീക്കം നടന്നത്. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാം തുറന്നു പറയാൻ കഴിയത്തില്ല. നിങ്ങൾ മാധ്യമങ്ങളോട് തന്നെ ഫ്രണ്ട്ലി ആകാൻ പലപ്പോഴും കഴിയത്തില്ല. കാരണം ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന മനുഷ്യനാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിന് ആ പരിമിതിയുണ്ട്. പക്ഷേ അദ്ദേഹം കേരളത്തിൽ നിറഞ്ഞു നിന്ന ആളാണ്. ഇപ്പോൾ എന്താ കണ്ടേക്കുന്നത്? ആലപ്പുഴ MP ആയ കെ.സി. വേണുഗോപാൽ ഉപഗ്രഹത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ആളാണെന്ന് ഇവിടെ ഒരു പ്രതീതി ഉണ്ടാക്കിയില്ലേ? പ്രചാരം സംഘടിപ്പിച്ചില്ലേ? നറേറ്റീവ് സൃഷ്ടിച്ചില്ലേ? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആരാണ് എൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്? അത് കണ്ടെത്തണം. അതാണ് ഞങ്ങൾ അതൊക്കെ കണ്ടെത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണം. അതിനെ തടയണമായിരുന്നു. ഇപ്പോൾ ഒരു പ്രചാരം ഉണ്ടായി, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രചാരം ഉണ്ടായി, വി.ഡി. സതീശനെതിരെ പ്രചാരം ഉണ്ടായി. ആ പ്രചാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ കണ്ടെത്തുക, അതിനെ ഡിഫ്യൂസ് ചെയ്യുക. ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ നിർവഹിച്ചിട്ടില്ല. ഇതിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ് ലഭിച്ചത്. എന്നിട്ടും ഹൈക്കമാൻഡ് ഭാഗത്ത് ഇത്തരം ഒരു തീരുമാനം ഉണ്ടാകും നിങ്ങളെ പോലെയുള്ള വേദനിപ്പിക്കുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. MLA-മാരുടെ തീരുമാനത്തിന് വിരുദ്ധമായൊരു തീരുമാനം ഉണ്ടായി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനത്തെ അംഗീകരിക്കുന്നു. കാരണം പാർട്ടി ഈസ് എബോവ് ആൾ, ഹൈക്കമാൻഡ് ഈസ് എബോവ് ആൾ, ഹൈക്കമാൻഡ് ഈസ് എ ഫൈനൽ വേർഡ്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നു. പക്ഷേ അത്തരം സംശയങ്ങൾ നിങ്ങൾക്കുള്ള പോലെ പലർക്കും ഉണ്ടാകാം. അത് ഞാൻ മെഷർ ചെയ്തിട്ടില്ല. പ്രവർത്തകർക്കിടയിലുള്ള അത് സ്വാഭാവികമാണ്, അത്ര ഉണ്ടാകാമല്ലോ. അത്ര സമ്മിശ്രമായ വികാരമുണ്ടാകാം. പക്ഷേ ഇതിനെല്ലാം ഒരു എങ്ങനെയാണ് ഇതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇതൊക്കെ എത്തിച്ചത്? ഒരു കാര്യം ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ ആ പ്രോഡക്റ്റിൻ്റെ പുറമോടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടാണല്ലോ ആൾക്കാർ ബൈ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റിനകത്ത് വിഷമാണെങ്കിൽ ആ വിഷമാണെന്ന് പറയേണ്ടവർ അത് പറയണമായിരുന്നു ആ സമയത്ത്. ആ ഉത്തരവാദിത്തപ്പെട്ട പറയാത്തത് കൊണ്ടാകാം ജനങ്ങൾ ഇത് ഏറ്റെടുത്തത്. ജനങ്ങളിൽ കുറേയേറെ ആൾക്കാർ ആ ഒരു കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട പൊതുബോധത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ചില ആൾക്കാർ മധുരമായി സംസാരിക്കും. ബൈബിളിൽ സങ്കീർത്തനത്തിൽ 55:21 ഒരു വാക്യമുണ്ട്. അതിൽ പറയുന്നത് അവൻ്റെ വാക്കുകൾ വെണ്ണ പോലെ മൃദുവായിരുന്നു, എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ വൈരം ഒളിപ്പിച്ചിരുന്നു. അവൻ്റെ വാക്കുകൾ എണ്ണ പോലെ സുതാര്യമായിരുന്നു, എന്നാൽ അവൻ്റെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച വാള് മുറിപ്പെടുത്തുന്നതായിരുന്നു എന്ന് ബൈബിൾ സങ്കീർത്തനം 55:21 പറയുന്ന പോലെയാണ് പല സംഭവവികാസങ്ങളും. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ക്രൈറ്റീരിയ വ്യാജ നിർമ്മിതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ഫാൾസ് നറേറ്റീവ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ നറേറ്റീവ് ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തോടു കൂടി കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനും പൊതുവെയും ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്ന ഇത്തരം നറേറ്റീവ്സിനെ, ഇത്തരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധത്തെ കണ്ടെത്തണം, അത് ഡിഫ്യൂസ് ചെയ്യണം. അതിൽ മുളയിൽ നുള്ളിയില്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയം തന്നെ മലീമസമായി പോകും. ഇത്തരം ഹീനമായ ക്യാമ്പയിൻ നടന്നു. സമ്മർദ്ദങ്ങൾ ഉണ്ടായോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ചില പാർട്ടികൾ തന്നെ പഞ്ചായത്ത് മെമ്പർ ആരായിരിക്കണം അത് ഞങ്ങളുടെ നേതാവ് തീരുമാനിക്കും. ബ്ലോക്ക് മെമ്പറോ നേതാവ്, MLA നേതാവ്, വകുപ്പോ നേതാവ്, മന്ത്രിയോ നേതാവ്. അങ്ങനെ പറയുന്ന പാർട്ടികൾ പോലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പറയാൻ അവകാശമില്ലെന്ന് പറഞ്ഞ കാലമല്ലേ കേരളത്തിൽ? അത് ഏതെങ്കിലും കാലത്ത് ഗാലപ്പോളിലൂടെ സ്വന്തം നേതാവിനെ തീരുമാനിച്ച ഒരു കാലം കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ആർക്കും എതിരെ വിലം ചൂണ്ടുന്നില്ല. ഇവിടെ പൊതുസമൂഹം കേൾക്കുന്ന വർത്തമാനത്തെ നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല. അത് ആരോപണം ഉന്നയിക്കുന്നവരാണ് തെളിയിക്കേണ്ടത്. ദേ ഹാവ്
റെസ്പോൺസിബിലിറ്റി ടു പ്രൂവ് വാട്ട് ദേ സെഡ്. ഈ സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഘടകകക്ഷികൾ ഇങ്ങനെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്താറില്ല. അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല എന്ത് മാനദണ്ഡമാണ്, എന്ത് മാർഗമാണ്, അല്ലെങ്കിൽ ഏത് കാരണമാണ് ഈ തീരുമാനത്തെ സ്വാധീനിച്ചത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ശ്രീ കെ സി വേണുഗോപാൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ, കാരണം അദ്ദേഹം കുറച്ചു കാലമായി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എന്താണ് പാർത്ഥസാരഥി എന്ന് പറയുന്ന കെ സി വേണുഗോപാലായിരുന്നു. യുദ്ധം നയിച്ചു, പക്ഷേ യുദ്ധത്തിന് പാർത്ഥസാരഥി ആണ് അതിനെ നയിച്ചത്. അതെല്ലാവർക്കും, കോൺഗ്രസിലെ ഇൻസൈഡേഴ്സിന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. കെ സി വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കനൽ വഴികളെ വികൃതമായി ചിത്രീകരിച്ചു. അതൊന്നും പൊതുമണ്ഡലത്തിൽ എത്താൻ തടസ്സം സൃഷ്ടിച്ചിട്ട് വേണുഗോപാലിനെ അപനിർമ്മിതിയിലൂടെ ആക്ഷേപിക്കാൻ പരിശ്രമം നടന്നു. അത് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എൻ്റെ കയ്യിൽ അന്വേഷണ ഏജൻസി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അന്വേഷണ സംവിധാനമുള്ളവരല്ല അത് പറയേണ്ടത്. ഈ പടം നയിച്ചവനാണ് വി ഡി സതീശൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രചാരണം തുടക്കം മുതൽ ഉണ്ടായത്. അത്തരം പരാമർശങ്ങൾ ഞാൻ ഇവിടെ പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളതിനെ അംഗീകരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ അധാർമികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കേണ്ടവർ യഥാസമയം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, അതൊരു വിനാശത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ, അത് ഭാവി കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ വിഷലിപ്തമാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞങ്ങളുടെ എല്ലാം ചുമതലയാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ അവഗണിച്ചതിനെ കുറിച്ചല്ല നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് എന്താണ്, ഇവിടെ നിർമ്മിക്കപ്പെട്ട ഒരു കൃത്രിമമായ ബുദ്ധി അത് വ്യാപകമായി വിറ്റഴിച്ചു. അത് വാങ്ങാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടായി. അതിലൂടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തി ആക്ഷേപിച്ചു. ആ അധാർമിക പ്രവൃത്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ മുഖ്യമന്ത്രിയായി മറ്റാൾക്കാർ ആയില്ല എന്നുള്ള കേവലമായ വ്യക്തിയാധിഷ്ഠിതമായ താല്പര്യത്തെയല്ല ഞാനിവിടെ ചോദിച്ചത്. അത് കെ സി വേണുഗോപാൽ തന്നെയല്ലേ ആദ്യം പുറത്തു വന്ന് ഇതിനെ സ്വാഗതം ചെയ്തത്. കെ സി വേണുഗോപാലിനെതിരെയുള്ള ഈ പ്രചരണങ്ങൾ അന്വേഷിക്കണമെന്ന് രേഖാമൂലം തന്നെ ആവശ്യപ്പെടുമോ? ഞാൻ ഇപ്പോൾ പരസ്യമായിട്ട് ആവശ്യപ്പെടുകയല്ലേ. രേഖാമൂലം ആവശ്യപ്പെടുന്നത് രേഖാമൂലം തന്നെ ആവശ്യപ്പെടും. ഇത് കെ സി വിലക്കായിരുന്നാൽ മതി. അദ്ദേഹം സത്യത്തിൽ എന്താ സംഭവിച്ചറിയാമോ, കെ സിക്കെതിരെ തുടക്കം നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ വിലക്കണം, നേരിടണം എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് അനുവദിക്കാത്തത്. അദ്ദേഹത്തെപ്പോലെ ഇത്രയും സംശുദ്ധമായ മനസ്സുള്ള, നിർമ്മലമായ മനസ്സുള്ള, സത്യസന്ധനായ, അഴിമതിരഹിതനായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നില്ല എന്ന് ഹൃദയത്തിൽ കഴിച്ചൊക്കെ പറയാൻ കഴിയും. ഞങ്ങൾക്ക് ഈ നേതാക്കന്മാരെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അറിയാം, എല്ലാവരും ഞങ്ങൾക്കറിയാം. കെ സി വേണുഗോപാൽ ആരാണ് ഞങ്ങൾക്ക് എല്ലാം അറിയാം. സൈക്കോ ഫാൻസി അല്ല, താരാരാധനയല്ല, ആരാണ് വേണുഗോപാൽ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്. അത്തരം ശാഠ്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഇത് അന്വേഷിക്കണം, കണ്ടെത്തണം.